ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് യൂറോപ്യൻ കോൺഫ്ലിക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഫേവർ, ഇന്ത്യൻ മിഡിൽ ക്ലാസ് ആൻഡ് കൊളോണിയൽ ഇൻ്റലക്ച്വൽസ്. ഈ ഒരു ഭാഗമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പം യൂറോപ്പിലെ ദേശീയതയുടെ ചരിത്രപരമായ വികാസം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റൈൻ വിപ്ലവത്തിലാണ് ആധുനിക ദേശീയതയുടെ ആദ്യത്തെ പൂർണ്ണമായ പ്രകടനം നടന്നത്. ശാസ്ത്രീയ മനോഭാവത്തിലും വാണിജ്യ സംരംഭങ്ങളിലും രാഷ്ട്രീയ ചിന്തയിലും പ്രവർത്തനത്തിലും ഇംഗ്ലണ്ട് മുൻനിര രാഷ്ട്രമായി മാറിയിരുന്നു. ഇംഗ്ലണ്ട് വിപ്ലവത്തിൽ ശുഭാപ്തിവിശ്വാസമുള്ള മാനവികത കാൽപ്പനിസ്റ്റ് ധാർമ്മികതയുമായി ലയിച്ചു. ബൈബിളിൻ്റെ സ്വാധീനം ഇംഗ്ലീഷ് ജനതയെ പുരാതന ഇസ്രായേലുമായി തിരിച്ചറിയുന്നതിലൂടെ പുതിയ ഒരു ദേശീയതയ്ക്ക് രൂപം നൽകി. ജോൺ മിൽട്ടൻ്റെ രചനകളിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ദർശനത്തിൽ സ്വാതന്ത്ര്യം എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉദാരമായ സംഭാവന നൽകി. 18-ാം നൂറ്റാണ്ടിലെ ദേശീയത, സ്വാതന്ത്ര്യത്തോടുള്ള അതിൻ്റെ ആവേശം, അതിൻ്റെ മാനുഷിക സ്വഭാവം, വ്യക്തിഗത അവകാശങ്ങൾ എന്നിവയിലുള്ള ഊന്നൽ എന്നിവ പങ്കിട്ടു. ഇംഗ്ലീഷ് ദേശീയതയുടെ ഉദയം ഇംഗ്ലീഷ് വ്യാപാര മധ്യവർഗങ്ങളുടെ ഉദയവുമായി പൊരുത്തപ്പെട്ടു. ജോൺ ലോക്കിൻ്റെ രാഷ്ട്രീയ തത്വചിന്തയിൽ അതിൻ്റെ അന്തിമ ആവിഷ്കാരം കണ്ടെത്തി. തുടർന്ന് അമേരിക്കൻ ഫ്രഞ്ച് ദേശീയതയെ അത് കൂടുതൽ സ്വാധീനിച്ചു. ഫ്രഞ്ച് ദേശീയത പൊതു മാനവികതയിലും ലിബറൽ പുരോഗതിയിലുമുള്ള യുക്തിസഹമായ വിശ്വാസത്തിൻ്റെ വിജയകരമായ പ്രകടനമായിരുന്നു. റൂസോ ഫ്രഞ്ച് ദേശീയതയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശ പ്രഖ്യാപനം എന്നിവ ഫ്രഞ്ച് ജനതയ്ക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും സാധുതയുള്ളതായി കരുതപ്പെട്ടു. പതാക, സംഗീതം, കവിത, ദേശീയ അവധി ദിനങ്ങൾ, ദേശസ്നേഹ പ്രസംഗങ്ങൾ, ഏറ്റവും വൈവിധ്യമാർന്ന രൂപങ്ങളിൽ ദേശീയത ജീവിതത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളിലും വ്യാപിച്ചു. അടുത്തത് ഇന്ത്യയിലെ മധ്യവർഗം എങ്ങനെയാണ് ദേശീയത എന്ന ആശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ മധ്യവർഗം എന്ന സാമൂഹിക വിഭാഗം രൂപം കൊണ്ടത് പ്രധാനമായും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. വിദ്യാഭ്യാസം, ഭരണസേവനം, വ്യാപാരം, പ്രൊഫഷണൽ തൊഴിൽ മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സാമൂഹിക കൂട്ടായ്മയായി മധ്യവർഗം ഉയർന്നു. കൊളോണിയൽ ഭരണഘടനകളും സാംസ്കാരിക മാറ്റങ്ങളും ഈ വർഗത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനം നൽകി. സമൂഹത്തിൽ എല്ലാ സ്ഥലത്തും ഇവർ ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാഷണൽ മൂവ്മെൻറ്റ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം നേതൃത്വം നൽകിയത് ഈ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിനെ ബംഗാളിൽ ഭദ്രലോക്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് കൊളോണിയൽ ഇൻ്റലക്ച്വൽസ്. കൊളോണിയൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നത് കൊളോണിയൽ വിദ്യാഭ്യാസം ലഭിച്ച് വളർന്നു വന്നവരാണ് കൊളോണിയൽ ഇൻ്റലക്ച്വൽസ്. ഉദാഹരണത്തിന് അംബേദ്കർ, ഗാന്ധി, രാജാറാം മോഹൻ റോയ്, ഫൂലെ ഇവരൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പാശ്ചാത്യ വിദ്യാഭ്യാസവും ആശയലോകവും സ്വാധീനിച്ചുകൊണ്ട് രൂപം കൊണ്ട ഇന്ത്യൻ വിദ്യാഭ്യാസിത എലൈറ്റ് വിഭാഗത്തിനെയാണ് നമ്മൾ കൊളോണിയൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. കൊളോണിയൽ ഭരണവും ഇന്ത്യൻ സമൂഹവും തമ്മിലുള്ള ഭൗതിക ഇടനിലക്കാരായി ഇവർ പ്രവർത്തിച്ചു. സാമൂഹിക പരിഷ്കാരം, ദേശീയത, രാഷ്ട്രീയ ചിന്ത, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയുടെ വികസനത്തിൽ ഇവർ നിർണായക പങ്കുവഹിച്ചു. നഗര കേന്ദ്രീകൃത ജീവിതം, മധ്യ ഉയർന്ന ജാതി പശ്ചാത്തലം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു നഗര കേന്ദ്രീകൃത ജീവിതം, അതുപോലെ തന്നെ മധ്യ ഉയർന്ന ജാതി പശ്ചാത്തലം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നേടിയ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ദാദാഭായ് നവറോജി, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഈശ്വര വിദ്യാസാഗർ ഇവരൊക്കെ ഈ ഇന്ത്യയിൽ ദേശീയത കൊണ്ടുവരുന്നതിൽ വളരെയധികം പ്രാധാന്യം ഇവർക്കുണ്ട്. കാരണം ഇവരുടെ പല രചനകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ദേശീയതയെ കൂടുതലും ശക്തിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ പാർത്ഥ ചാറ്റർജി പറയുന്നത് കൊളോണിയൽ ഭൗതികർ, അതായത് കൊളോണിയൽ ഇൻ്റലക്ച്വൽസ് ഡെറിവേറ്റീവ് നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം സൃഷ്ടിച്ചു എന്നാണ് പാർത്ഥ ചാറ്റർജി വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം സബാൾട്ടൺ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് പറയുന്നത് ഭൗതിക എലൈറ്റ് ആധിപത്യം സാധാരണ ജനങ്ങളുടെ ശബ്ദങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഒരു ആധിപത്യം
അതായത് ഭൗതിക ചിന്തകരും ഒക്കെ ആയിട്ടുള്ള ഈ ആൾക്കാരുടെ ആധിപത്യം സാധാരണ ജനങ്ങളുടെ അവസ്ഥകളൊന്നും പറഞ്ഞില്ല, അവരെ അവഗണിച്ചു എന്നാണ് സബാൾട്ടൺ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ സുമിത് സർക്കാരിൻ്റെ അഭിപ്രായത്തിൽ ഈ ഭൗതികർ, അതായത് കൊളോണിയൽ ഇൻ്റലക്ച്വൽസ് ആധുനിക രാഷ്ട്രീയ സംസ്കാരത്തിന് അടിത്തറയിട്ടു എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്, സുമിത് സർക്കാർ വാദിക്കുന്നത്.